അപ്പോൾ നമ്മുടെ ബാർബീസ് ലാമ്പ് അടുത്ത നേരെ വീഡിയോയിലേക്ക് അങ്ങോട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. ഹലോ ഗായ്സ്, ഇപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഓർബീസ് ലാമ്പാണ്. ഇപ്പോൾ നമുക്ക് ഓർബീസ് ലാമ്പ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യമായിട്ട് വേണ്ടത് ഓർബീസ് ആണ്. നിങ്ങൾ കടയിലൊക്കെ മേടിക്കാൻ കിട്ടും. അത് ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ ഇതേപോലെ ജെല്ലി ബോൾസ് ആയിട്ട് മാറുന്ന കളർഫുൾ ആയിട്ടുള്ള ഓർബീസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ഓർബീസ് ആദ്യമേ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ യൂസ് ചെയ്യണത് ഒരു അച്ചാറിൻ്റെ ഒരു ബോട്ടിൽ, ഒരു ഗ്ലാസ് ബോട്ടിൽ, അച്ചാറിൻ്റെ ഒരു ഗ്ലാസ് ബോട്ടിലാണ്. പിന്നെ നമ്മളിവിടെ ഒരു DC മോട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു HW ബാറ്ററി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ മൾട്ടി കളർ LED യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളൊരു സ്വിച്ച് യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഓർബീസ് ലാമ്പ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ ഡപ്പയുടെ മൂടി എടുത്തിട്ട് നമുക്കിതിൻ്റെ സെൻറ്ററിൽ ഒരു ഹോൾട്ട് കൊടുക്കണം. അതിനുവേണ്ടി അവിടെ ഒരു ആണി വെച്ചിട്ട് ഒരു ഹോൾട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മോട്ടർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഒരു ഹോൾട്ട് കൊടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഹോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ മോട്ടർ ഇതിനകത്തേക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മളിവിടെ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് മോട്ടർ ഇതിനകത്തേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ മോട്ടർ ഇതിനകത്തേക്ക് നമ്മൾ ഗ്ലൂ ഒക്കെ ഇട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ലൈറ്റ് വെച്ച് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് LED യൂസ് ചെയ്യുന്നുണ്ട്, LED യൂസ് ചെയ്യാം. ഇനി അതല്ല LED സ്ട്രിപ്പ് ആണെങ്കിൽ LED സ്ട്രിപ്പ് യൂസ് ചെയ്യാം. ഞാനിവിടെ ഒരു LED സ്ട്രിപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനകത്തേക്ക് വയർ സോൾഡർ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ സോൾഡർ ചെയ്യാൻ വേണ്ടി ഒന്നും ചെയ്യുന്ന പോലെ വയർ ആദ്യം നമ്മൾ ഫ്ലക്സിനകത്തേക്ക് മുക്കി, എന്നിട്ട് വയറിനകത്തേക്ക് നമുക്ക് ആദ്യം സോൾഡർ പിടിപ്പിച്ച് കൊടുക്കാം. നമ്മൾ നമ്മുടെ LED സ്ട്രിപ്പിൻ്റെ അറ്റം ഒന്ന് ചിരണ്ടി കൊടുത്തിട്ട് അതിനകത്ത് നമുക്ക് സോൾഡർ പിടിപ്പിച്ച് കൊടുക്കണം. ഫ്ലക്സ് അതിനകത്തേക്ക് വെച്ച് പിടിപ്പിക്കാം. ശേഷം നമുക്ക് അതിനകത്തേക്കും സോൾഡർ പിടിപ്പിച്ച് കൊടുക്കാം. നമുക്കിതിന് സോൾഡർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ വയർ സോൾഡർ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ ലൈറ്റ് ഇതിനകത്തേക്ക് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇവിടെ സൈഡിലൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഹോളിലേക്ക് കൂടെ വയർ എടുക്കാൻ വേണ്ടിയിട്ടൊരു ഹോൾട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ പുറത്തേക്ക് എടുക്കുക വയർ. നമുക്കിനി ഈ LED സ്ട്രിപ്പ് ഇതിനകത്തേക്ക് ഒട്ടിച്ചു കൊടുക്കണം. നമ്മളിവിടെ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. നമുക്കപ്പം ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് LED സ്ട്രിപ്പ് ഇതിനകത്തേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളെ ലൈറ്റും മോട്ടറും മൂടിക്കകത്ത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു ഫ്രെയിം ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ ഒരു പഴയൊരു മൊബൈലിൻ്റെ ബോക്സാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ മൂടി ഇവിടെ വെച്ചിട്ട് ഇതൊന്ന് മാർക്ക് ചെയ്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ആദ്യം മൂടി വെച്ചിട്ട് ഒരു റൗണ്ട് മാർക്ക് ചെയ്തെടുക്കുക. നമുക്ക് ഈ റൗണ്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഒരു റൗണ്ട് കട്ട് ചെയ്തെടുത്തു. നമ്മുടെ മൂടി ഇറങ്ങാൻ ഭാഗത്ത് നമ്മൾ റൗണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള വയറിങ്ങിൻ്റെ കണക്ഷനോട് പോകാം. മോട്ടറിനുള്ള കണക്ഷനും ഇവിടെ നമുക്കൊരു സ്വിച്ചും കൂടി വെച്ച് കൊടുക്കണം. നമുക്ക് ഇനി ആ വർക്കിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു സ്വിച്ച് വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ സ്വിച്ച് വെച്ചിട്ട് ഒരു സ്ക്വയർ മാർക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഒരു സ്വിച്ചിൻ്റെ വലുപ്പത്തിൽ നമുക്കൊരു സ്ക്വയർ മാർക്ക് ചെയ്തെടുക്കാം.
നമുക്ക് ഇതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്തിട്ട് സ്വിച്ചും ഇതിനകത്തേക്ക് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സ്വിച്ചും നമ്മൾ ഇതിനകത്ത് വെച്ച് കൊടുത്തു. ഇനി നമുക്ക് ബാക്കിയുള്ള വയറിങ്ങിലോട്ട് പോകാം. അപ്പോൾ ആദ്യം നമുക്കിനി മോട്ടറിനൊരു കണക്ഷൻ എടുക്കണം. പിന്നെ അതേപോലെ ഈ ലൈറ്റിനുള്ള കണക്ഷൻ നമുക്ക് സ്വിച്ചിലോട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് നേരെ വയറിങ്ങിലോട്ട് പോകാം. നമുക്ക് മോട്ടറിൻ്റെ അകത്ത് നിന്ന് ഒരു വയർ സോൾഡർ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു റെഡും ബ്ലാക്കും വയറാണ് യൂസ് ചെയ്യണത്. നമ്മൾ മോട്ടറിന് വയർ സോൾഡർ ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ LED കൊടുത്തിരിക്കുന്നതിൽ ബ്ലൂ വയറാണ് ഇതിൻ്റെ പോസിറ്റീവും, അതേപോലെ വൈറ്റ് വയറാണ് ഇതിൻ്റെ പോസിറ്റീവും, അതേപോലെ ബ്ലൂ വയർ ഇതിൻ്റെ നെഗറ്റീവുമാണ്. അപ്പോൾ നമുക്ക് വയർ സ്ട്രിപ്പ് ചെയ്തിട്ട് വൈറ്റ് വയറും മോട്ടറിൻ്റെ റെഡ് വയറും കൂടി കണക്ട് ചെയ്യണം. എന്നിട്ട് നമുക്കത് സ്വിച്ചിലോട്ട് കൊടുക്കാനുള്ളതാണ്. വൈറ്റ് വയറും അതായത് LED സ്ട്രിപ്പിൻ്റെ പോസിറ്റീവ് വയറും മോട്ടറിൻ്റെ പോസിറ്റീവ് വയറും കൂടി നമ്മൾ ഒന്ന് ജോയിൻ്റ് ചെയ്തു. നമുക്കിനി ഇത് സ്വിച്ചിലോട്ട് കൊടുക്കാനുള്ളതാണ്. നമുക്ക് ചെയ്യാൻ എളുപ്പത്തിന് സ്വിച്ച് നമുക്കൊന്ന് പുറത്തേക്ക് എടുക്കാം. നമുക്ക് വയർ ഈ സ്വിച്ചിൻ്റെ ഹോളിലൂടെ പുറത്തേക്ക് എടുത്തിട്ട് നമുക്ക് സോൾഡർ ചെയ്ത് കൊടുക്കാം. നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇത് പുറത്തേക്ക് എടുത്തു. നമുക്ക് സ്വിച്ചിനകത്തേക്ക് ഈ വയർ കണക്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ സ്വിച്ചിനകത്തേക്ക് വയർ കണക്ട് ചെയ്തു. ഇനിയുള്ള ഈ ബ്ലാക്ക് വയറും അതേപോലെ തന്നെ ഈ ബ്ലൂ വയറും നമുക്കൊന്ന് ജോയിൻ്റ് ചെയ്തെടുക്കാം. നമുക്ക് ബാറ്ററിയുടെ നെഗറ്റീവിലോട്ട് കൊടുക്കാനുള്ളതാണ്. രണ്ടുമൂന്ന് നമുക്ക് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മുടെ ബാറ്ററി കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ഒരു സോക്കറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സോക്കറ്റിനകത്ത് വരുന്ന റെഡ് വയറാണ് പോസിറ്റീവ്, ബ്ലാക്ക് വയറാണ് നെഗറ്റീവ്. അപ്പോൾ ഈ റെഡ് വയർ നമുക്ക് സ്വിച്ചിൻ്റെ മറ്റേ എൻഡിൽ കൊടുക്കണം. ഈ ബ്ലാക്ക് വയർ നമ്മൾ ഇവിടെ നേരത്തെ പിടിച്ച് വെച്ച ഇതിനകത്ത് ഈ നെഗറ്റീവ് വയറിനകത്ത് കണക്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ കണക്ഷൻ ഇവിടെ കഴിയും. നമ്മുടെ കണക്ഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് കറക്റ്റ് സ്ഥലത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് മുന്നേ നമുക്കിതൊരു ഇൻസുലേഷൻ ടേപ്പ് വെച്ചൊന്ന് ഒട്ടിച്ചെടുക്കണം. നമ്മളപ്പോൾ ഈ ഒരു പീസ് നമുക്കൊന്ന് ഇൻസുലേഷൻ ടേപ്പ് വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് ഇതൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. സ്വിച്ച് നമ്മൾ കണക്ട് ചെയ്തു. അതുപോലെ നമ്മുടെ മോട്ടർ നമുക്കൊന്ന് ഇതിനകത്തേക്ക് ഇറക്കി വെക്കാം. അപ്പോൾ നമ്മുടെ മോട്ടറൊക്കെ നമ്മൾ ഫ്രെയിമിലാണ് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഗൂഗിൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഈ ഗൂഗിൾ വെച്ചിട്ട് ഇന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മളിവിടെ ഒടിച്ചു കൊടുത്തു. ഇനി നമുക്കിതൊന്ന് വർക്ക് ചെയ്യുന്നുണ്ടോന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഈ ബാറ്ററി ഒന്ന് കണക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. നമുക്ക് ബാറ്ററിയുടെ പുറത്തൊരു പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടിംഗ് ഉണ്ടാവും, നിങ്ങൾ പൊളിച്ച് കളയുക. അതിനുശേഷം നമ്മൾ ബാറ്ററി
ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. കാണാൻ പറ്റുന്നുണ്ടാവും, നമ്മുടെ ലൈറ്റും തെളിയുന്നുണ്ട്, കറങ്ങുന്നുണ്ട്. നമ്മുടെ മോട്ടറും കറങ്ങുന്നുണ്ട്, ലൈറ്റും തെളിയുന്നുണ്ട്. അപ്പം നമുക്കിനി ബാറ്ററി ഒന്ന് ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ബാറ്ററി ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. ഇനി സ്വിച്ച് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. കാണാൻ പറ്റുന്നുണ്ടാവും, ലൈറ്റും തെളിയുന്നുണ്ട്, നമ്മുടെ മോട്ടർ കറങ്ങുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു ഫ്രെയിം എന്തെങ്കിലും വെച്ച് കൊടുക്കണം, വെള്ളത്തിൽ വെക്കും, വെള്ളം കറങ്ങാൻ വേണ്ടി. അപ്പോൾ നമ്മളിവിടെ ഒരു ഫാന് പ്രതി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ വലുതാണ്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ വയർ സ്ട്രിപ്പർ കൊണ്ട് കട്ട് ചെയ്ത് കളയാൻ പോവുകയാണ്. നമുക്ക് ഇതിനകത്തേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഫ്രെയിമൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോട്ടിലിനകത്തേക്ക് ഓർബീസ് ഇട്ട് കൊടുക്കണം. നമുക്ക് ഈ ബോട്ടിലിനകത്തേക്ക് ഓർബീസ് ഇട്ട് കൊടുക്കാം. നമ്മൾ ആവശ്യത്തിന് ഓർബീസ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കണം. നമുക്ക് ഇതിനകത്തേക്ക് അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിനകത്തേക്ക് ഫുള്ളായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തു. ഇനി നമുക്ക് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ബ്ലൂ ലൈറ്റാണ്. അപ്പോൾ നമുക്കൊരു ബ്ലിങ്കിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടി, അതായത് കുറച്ചും കൂടി ഒരു കളർഫുള്ളായി കിട്ടാൻ വേണ്ടി നമ്മളിവിടെ ഇതിനകത്തേക്ക് കളർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മളിവിടെ ഹൈലൈറ്റ്സ് വാങ്ങി അത് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ കളറാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഈ കളറാകുമ്പോൾ ബ്ലൂ ലൈറ്റിൽ നന്നായിട്ട് എടുത്ത് കാണിക്കും, നന്നായിട്ട് റിഫ്ലക്ട് ചെയ്ത് കാണിക്കും. ഈ കളറാകുമ്പോൾ ബ്ലൂ ലൈറ്റ് നന്നായിട്ട് റിഫ്ലക്ട് ചെയ്ത് കാണിക്കും. അപ്പോൾ നമുക്ക് ഈ കളറൊന്നും ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. നമുക്ക് ഇത് അടച്ചു വയ്ക്കും. ഇല്ലിട്ട് നമുക്കിൻ്റെ മേലായിട്ട് അടക്കണം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്കിത് ബ്ലഡ് വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കാം. നമ്മുടെ നേരത്തെ റെഡിയാക്കി വെച്ച നമ്മുടെ ഫ്രെയിം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രെയിമിൻ്റെ അറ്റത്ത് ഞാൻ ഒരു റീഫിൽഡും കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി അടച്ചു വെക്കാം. അപ്പോൾ അടയ്ക്കുന്നതിന് മുന്നേ നമുക്ക് സൈഡിൽ കുറച്ച് ഗ്ലൂ ആക്കി കൊടുക്കാം. വെള്ളം ലീക്ക് ആവാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ ബോട്ടിലിൻ്റെ സൈഡിൽ നമുക്ക് കുറച്ച് ഗ്ലൂ ആക്കി കൊടുക്കാം. സൈഡിൽ നമ്മൾ അത്യാവശ്യം ഗ്ലൂ ആക്കി കൊടുത്തു. ഇനി നമുക്കിതൊന്ന് അടയ്ക്കാം. നമ്മുടെ ലാമ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടാവും, നമ്മുടെ ലാമ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതുള്ള ഒരു ഇരുട്ടുള്ള റൂമിൽ പോയിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം.